ബ്രോ മാൻ എവിടെയാണ് എന്റെ പൊന്നു മച്ചാനെ കാണാനില്ല 3 ഡോട്ടാ കേറിക്കോട്ടെ കേറണ്ട ഒക്കെ എന്റെ പൊന്നു ബ്രോ ഇതെന്താണിത് ഫണ്ട്സ് അപ്പോൾ ടൈമാ രമേഷ് ബ്രോ ലവ് യു മാൻ ലവ് യു മാൻ എന്താണ് ചിക്കുകളുടെ ബഹളമല്ല മുമ്പ് ഇവിടെ കിടന്ന ആറാടൂട്ടാ ഇത് ഏതാണ് പിള്ളേര് ഈ പിള്ളേരെ സ്റ്റാർട്ടപ്പ് കളിക്കടാ ഈ പിള്ളേരെ അടക്കുന്ന ഒരു സാധനം അങ്ങോട്ട് ട്രാക്ക് ഇട്ട് കൊടുക്കാൻ പോണേ നമ്മ അതെ നമ്മ പരിചയപ്പെടുത്താൻ മറന്നുപോയി നമ്മ കൊച്ചിക്കാരാണ് അപ്പൊ ഞങ്ങ നിങ്ങ പങ്കെന്നൊക്കെ വിളിക്കുള്ളു ബ്രോ ബ്രോ അതാണ് ബ്രോ 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 ഈ ഡിജെയുടെ ഫുൾ ഫോം എന്താണ്? ഡിജെയുടെ ഇവനെ ഏതാണ് നോട്ട് എ മാൻ ഡിസ്കോ ഡിസ്ട്രോയ് നമ്മ ഡിസ്ക് ഇല്ലെങ്കിലും നമ്മളൊക്കെ പൊളിക്കും നമ്മ എന്നാലും കൊച്ചിയിൽ നമ്മള് ജനിച്ചത് അപ്പൊ തൊട്ടപ്പുറത്ത് ഡിജെ ആണ് ഇപ്പുറത്ത് ഡാൻസറാണ് പിന്നെ നമ്മ എങ്ങനെ ഡിജെ ആയിരിക്കും നമ്മ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളട്ടാ അപ്പൊ നമ്മള് 10ാം ക്ലാസ് പഠിക്കുമ്പോ ഭയങ്കര വെയില് അതേപോലെ പോളിഷിങ് പണി അടുത്ത് നമ്മ നേരെ ഡിജെയിലോട്ട് ഇറങ്ങണേണ് ഡിജെയിലോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാല് 1 മാസം നമ്മൾ ഡിജെക്ക് പോയി വേറെ ഒന്നല്ല 2 സൈഡിൽ 2 ലൈൻ ഇവിടെ 2 ലൈൻ ഇച്ചിരി കളർ പിടിച്ച് കുക്കറിന്റെ 2 വാഷ് കാലായിട്ട് ഓക്കെ ഡിജെ ഓക്കെയാണ് അങ്ങനെ ഡിജെക്ക് പോണം ഇതിനു മുമ്പ് പണ്ട് നമ്മൾ പോയെന്ന് വെച്ചാൽ ഡാൻസിലാണ് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാൻസ് നമ്മള് ത്രില്ലർ മൈക്കിൾ ജാക്സന്റെ സാധനമാണ് ഈ മൈക്കിൾ ജാക്സന്റെ ഡാൻസ് ഇട്ടാണ് നമ്മള് പല്ല് തേക്കണ തന്നെ ഈ സാധനം നമ്മൾ മൈക്കിൾ ജാക്സൺ ഇട്ട് പോണത് അങ്ങനെ നേരെ പോവും ഒരു 4 വാക്ക് അങ്ങോട്ട് 4 വാക്ക് ഇക്ക് അപ്പൊ അമ്മ അപ്പൊ തന്നെ തള്ളക്ക് വിളിക്കും നേരെ അവിടെ നിന്ന് പണിക്കും ആളെ ഡ്രസ്സ് എടുത്തിട്ട് നേരെ പോണേ ഈ കൽപ്പണിയല്ലേ പട്ടണില്ല അങ്ങനെ നമ്മളൊരു ചെറിയ ഡാൻസ് പരിപാടി കിട്ടി ആ ഡാൻസ് പരിപാടി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിപ്പെരുന്നാള് തൊട്ടപ്പുറത്ത് തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അങ്ങനെ കിട്ടി ഞാൻ ചെന്നു മെയിൻ സാധനത്തിന് സ്റ്റെപ്പ് മാറ്റുന്നത് ഞാനാണ് അങ്ങനെ ഞാനിങ്ങനെ സ്റ്റെപ്പ് മാറ്റാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ചിക്കുവനെയാണ് ചിക്കുവനെ സംബന്ധിച്ച് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല ഒരു സാധനം ഇട്ട് അവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ തലടിച്ച് അങ്ങനെ വീണു അതേപോലെ നമ്മൾ നൈസായിട്ട് പുഴു പഠിച്ച് ബാക്കോട്ട് പോയിട്ട് അങ്ങനെ വീട്ടിലോട്ട് പോയി ഇവന്മാർ ആ സ്റ്റെപ്പ് തന്നെ വൈകുന്നേരം വരെ അങ്ങനെ ഒരു പൊളി നമുക്ക് വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ശോകമായിട്ട് കൊറോണയൊക്കെ വന്ന് നിൽക്കുമ്പോഴാണ് കൊച്ചാപ്പൻ മരിക്കണത് കൊച്ചാപ്പൻ മരിച്ചു കൊച്ചാപ്പൻ മരിച്ചപ്പോ ഒന്നും ചെയ്തില്ല കൊച്ചാമ്മ ഭയങ്കര സാഡ് സോങ് മറ്റേ സോങ് ഒക്കെ ഇട്ടിട്ടുണ്ട് മരണം എത്തുമ്പോ നമുക്ക് പറ്റൂല ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ ആ ലോക്കിന്റെ ട്രാക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കൊച്ചാപ്പനും എല്ലാവരും അങ്ങോട്ട് ഓണായി കൊച്ചാമ്മ മാത്രം കംപ്ലൈന്റ് ചെയ്തേക്കണം എന്താണ് ഈ സാധനം ഇട്ടെന്നും പറഞ്ഞു ഇവർക്ക് വെള്ളം അടിക്കാം സെൽഫി എടുക്കാം അതിന് കുഴപ്പമില്ല നമ്മ ട്രാക്ക് ഇട്ടാണ് കുഴപ്പമായത് ഈ കൊച്ചാപ്പനെ നമ്മൾ രക്ഷിച്ചിട്ടുണ്ടറിയോ ബാലബ്രോ നമ്മൾ കൊച്ചാപ്പനെ രക്ഷിച്ചെങ്ങനെയാണെന്നറിയോ കൊച്ചാപ്പന് ശ്വാസം മുട്ട് കൂടിക്കണേ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഒരു രക്ഷയില്ല ആംബുലൻസ് ഒന്നും കിട്ടില്ല കേറിക്കോ ബ്രോ എന്ന് പറഞ്ഞ് അങ്ങനെ ഡൂക്കിലോട്ട് കയറി ഒരു 100-110 ഒറ്റപ്പൊടി നോക്കുമ്പോ ഈ എടുത്ത ഏറിലില്ലേ ഗംഗടിക്കണ് കൊച്ചാപ്പൻ ശ്വാസം കയറിയിട്ടേ വെറുതെ വേറെ മൂഡ് അങ്ങനെ കൊച്ചാപ്പൻ രക്ഷിച്ച ആളാണ് ഞാൻ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നമ്മൾ 1 മന്ത് നമ്മുടെ എക്സ്പെൻസ് ഭയങ്കര ഇത് കണ്ട 7000 രൂപയാണ് ഷൂ 4000 രൂപ ഈ സാധനത്തിൽ നമ്മൾ നിൽക്കുമ്പോ റേഷൻ കടയിൽ പോകാൻ പറ്റുമോ ഇട്ടിട്ട് അമ്മ റേഷൻ കടയിൽ പോവാൻ നമുക്ക് പറ്റൂല ഇത് കോസ്റ്റ്യൂം പിന്നെ ചിക്കാട്ട് കറങ്ങണ്ടേ പിന്നെ 1 മന്തിൽ നമുക്കൊരു ഓയോ ബുക്കിംഗ് ഉണ്ടാവും ഒരു ചെറിയ ചർച്ച ചിക്കാട്ട് അവനതിന്റെ ആളാണ് അപ്പൊ അങ്ങനെ ഒരു സാധനമുണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോണത് പിന്നെ വേറെ കാര്യമുണ്ട് എല്ലാത്തിനും ഇപ്പൊ EMI ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ടാറ്റുവിന് EMI ഇല്ലടാ ശരിയല്ല ടാറ്റുവിന് EMI കിട്ടൂലേ നീ ആട്ടാ അടിച്ചിട്ടില്ലല്ല ഒന്ന് പോടാപ്പാന്ന് അവൻ ചമ്മിയവൻ അപ്പൊ അങ്ങനെ സംഭവങ്ങള് അപ്പൊ ഞാൻ പറയാച്ചാല് നമ്മുടെ ഈ പരിപാടിയിൽ ഓരോ കണ്ടസ്റ്റൻസ് അവരുടെ ഈ പരിപാടി ചെയ്യുമ്പോൾ നമ്മ ഒരു ട്രാക്കറിനെ ഒരു സാധനം ഇട്ട് വരികയാണെങ്കിലേ മാമനൊക്കെ ഓടിവിടണം നമ്മ കയറും വേറെ ലെവലാവും അങ്ങനെ ഇപ്പൊ 1 മന്ത് നമ്മുടെ എക്സ്പെൻസ് കൊണ്ട് ഒരു രക്ഷയില്ല അങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ചെറുക്കൻ നമ്മ വിളിക്കണത് ഈ അനീഷ് ഇപ്പൊ നിങ്ങൾ കേറട്ടില്ലേ മൊഡേണ ബ്രോ അവൻ വൈറലായില്ലേ തൊപ്പി വെച്ച് വരത്തന്നെ നമ്മൾ ഷർട്ട് പോലും ഇടൂല എന്നിട്ട് അവൻ വൈറലായി അപ്പൊ എനിക്ക് വൈറലാണ്ട് ബ്രോ അങ്ങനെ ഞാൻ ഇവൻ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് എന്ന് വെച്ചാൽ വേറെ സീനൊന്നുമില്ല 1 മന്തിന് നമുക്ക് റൈഡ് ഉണ്ടാവും ഈ റൈഡിൽ ഡിസ്ക് പോയിരിക്കണേ ഇപ്പൊ കറക്റ്റ് ഡിസ്ക് ജോക്കിയായി പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ
ഓരോ കണ്ടൻസേഴ്സിന് വരുമ്പോഴത്തേക്ക് നമ്മളൊരു ട്രാക്ക് ഇടുകയാണെങ്കിൽ ഈ പരിപാടി വേറെ വൈബ് ലെവലാവും. അപ്പൊ അതിനു വേണ്ടി വന്നേക്കണം. ബ്രോയുടെ അഭിപ്രായം എന്താണ്? നല്ലതാണ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഡയാന കയറി വരുമ്പോ ഇടാൻ പറ്റിയ ഒരു ട്രാക്ക് ഏതാണ്? നമുക്ക് ജോക്കിയുടെ ഡയാന വരുമ്പോഴാ ഡയാന വരുമ്പോ ഇടാൻ പറ്റിയ ട്രാക്ക് ഏതാ ഉള്ളത്? നമുക്ക് മറ്റേ സാധനം മാറ്റി പിടിക്കാം. ഏത്? ഇപ്പൊ പുതിയ ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, എന്താണ് ഉള്ളാല ഹുള്ളാല ഹുള്ളാല ഹുള്ളാല. ഈ സാധനത്തിന്റെ വേറൊരു വൈബ് സാധനം അലോക്കിന്റെ സാധനം ഇട്ട് തരാം. ഇട്ട് കൊടുക്കും. ബാല വരുമ്പോ എന്തിട്ട് കൊടുക്കാൻ പറ്റും? ബാല വരുമ്പോ എന്തിട്ട് കൊടുക്കാൻ പറ്റും? എന്താണ് ബ്രോ അങ്ങനെ ഒരു ചോദ്യം? മറ്റേ ഇട്ടാലാ ഏതാണ്? തന്നോടെ ചോദിച്ചത്. താൻ എന്നോട് ചോദിച്ചത് ഞാൻ എന്ത് പറയും? DJ അല്ലേ? DJ, this is wrong. ഇതിന്റെ പവർ ഈ സാധാരണ DJs ടീമിലൊക്കെ നല്ല മുടി ഉണ്ടായിരിക്കും. ഇതെന്താണ് ഒരു മാതിരി തൊപ്പിയൊക്കെ വെച്ച് നിൽക്കണത്? അത് റാങ് തന്നെയാ. അത് റാങ് ആണോ? അല്ല നമ്മളിതെന്ന് വെച്ചാലേ ഇത് മറ്റേ വൈബർ DJ അല്ല, ഇത് നാട്ടിൻപുറത്തുള്ള പ്രശ്നം എന്താണ് യൂഷ്വലി പ്ലേ ചെയ്യുന്നത്? മെറ്റാലിക് ആണോ, റാപ്പ് ആണോ, പോപ്പ് ആണോ, എന്താണ് എപ്പോഴും? മെറ്റാലിക്. മെറ്റാലിക്കിന്റെ ഒരു കഥയുണ്ട്. നമ്മൾ ഡാൻസിന് പോയപ്പോഴത്തേക്ക് വേറെ ഒന്നുമല്ല, ഈ ശരിക്കും അടിക്കേണ്ടത് മറ്റേ ഫാബ്രിക് പെയിന്റ് ആണ്. ഇവൻ കൊണ്ടൊന്നും മെറ്റാലിക് അടിച്ച് 1.5 ആഴ്ച ഈ സാധനത്തെ ചെവിന്ന് പോയില്ല. ഡാൻസിന് പോയിട്ട് അങ്ങനെ സീനുണ്ട്. കൂട്ടി ചെയ്തിട്ടുണ്ടല്ലോ എവിടെ? ആംബ്രോയുടെ സെറ്റപ്പ് കംപ്ലീറ്റ് ഫസ്റ്റ് ഗംഭീരായിരുന്നു. ഓക്കെ. പിന്നെ ഈ ഡാൻസ് ഈ റിപ്പീറ്റ് സ്റ്റെപ്പ് കാരണേ DJയുടെ പേര് മാറ്റേണ്ടി വരും. വേറെ സാധനം അടിക്കാം. അപ്പൊ DJ രഘു എന്ന് പേരുണ്ട് വരും. DJ രഘു. ഇത് കണ്ടസ്റ്റൻസ് ആണോ? പൊന്നു ബ്രോ പുറത്താക്കിട്ടോ, വെറുതെ ഫോട്ടോ വേണല്ലേ? അതെ ആംബ്രോ, ഈ ഷോ നന്നായി പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഷോക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ എത്ര പൈസ ചോദിക്കും? ബുക്ക് ചെയ്യാൻ കിട്ടാൻ പണിയാണ്. എന്നെ അല്ല, എന്നെ കിട്ടാൻ ഒരു കുഴപ്പമില്ല. ഒരു 500 രൂപ വെട്ടിക്കാച്ചു നമ്മള് 500 രൂപ കൊടുക്കാൻ പറ്റുമോ? അല്ല, നമുക്ക് അങ്ങനെ ചില ഉദ്ദേശങ്ങളുണ്ട്. ചില വർക്കൊക്കെ വരുന്നുണ്ട്. ആംബ്രോനെ വിളിച്ച് വിട്ടാലോ എന്ന് ആലോചിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനു വേണ്ടിയാ ബ്രോ വന്നത്. സത്യം പറഞ്ഞ ഒരു ചെറിയൊരു ടേബിൾ തരണമെങ്കിലേ എന്റെ സിസ്റ്റം വെക്കണം. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഉച്ചക്ക് തന്നാ മതി. ഭക്ഷണം മാത്രം മതി. എന്റെ പൊന്നെ, ഇവനൊക്കെ മെയിൻ സാധനമാണ്. ഇവനൊക്കെ പറഞ്ഞു വിട്ടാണ്. ഫോട്ടോ DJ കാണിക്കാൻ വന്ന് അപ്പൊ താൻ തലക്കെട്ട് വെള്ളം കുപ്പി കറിഞ്ഞ് ഓർക്കണ്ട. അത് ഞാനാണ്. എന്ത് കോപ്പി DJ ഉണ്ട്? 10 കൊല്ലം മുമ്പ് സാധനത്തോട്ട് ട്രാക്കിട്ടൊക്കെ. എന്റെ പൊന്നു മച്ചാനെ, നീയൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അറിയൂല. നീ എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന? നീ ഞാൻ ഉണ്ടായിരുന്നു. അതല്ലെന്ന് നീ ഇവിടെ എങ്ങനെ വന്നടാ മധുരി? എന്റെ പൊന്നു പേടിച്ചാ മുമ്പ് ഇങ്ങനെ വന്നേക്കണം. പക്ഷെ ലാസ്റ്റ് ഇട്ട ട്രാക്കില് അത് അടിപൊളി. അത് ഷോക്ക് അടിച്ചാണ് മധുരി. മനസ്സിലായില്ല. DJ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പെണ്ണെന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്കിൾ ജാക്സന്റെ എന്തൊക്കെയോ ഇവിടെ സ്റ്റെപ്സ് ഒക്കെ ചെയ്തല്ലോ. പണിയല്ല ഒരു ഫുൾ പീലേ അതിന്റെ ഒരു മൈക്കിൾ ജാക്സന്റെ ഏറ്റവും ഫേമസ് പീലേ അതില്ലേ? മൂൺ വാക്ക് കാണണം. ഇല്ല, മൂൺ വാക്ക് ചെയ്യണം. നേരത്തെ ചെറുതായിട്ട് ചെയ്തായിരുന്നു. ഓക്കെ, ഞാൻ കാനഡയ്ക്ക് കൊണ്ടാന്ന് പറയുമായിരുന്നു. ഞാൻ ചെയ്തില്ലല്ലോ. ചെയ്തില്ല. എനിക്ക് ചെയ്താലേ കൊണ്ടുപോകുള്ളൂ. അപ്പൊ എന്താണ് രമേഷ് ബ്രോ? എന്താ ഇവിടെ നിന്ന് തുടർന്ന് ഒന്നുകിൽ ഞങ്ങൾ തരുന്ന വർക്ക് ചെയ്ത് ഇവിടെ ജീവിക്കുക, അല്ലെ കാനഡയ്ക്ക് പോവാ. അല്ല, ഇതിപ്പോ വൈറലാകാനുള്ള പരിപാടി ഞാനും കൂടി വൈറലാവും. രക്ഷപ്പെട്ടൂടെ? കാനഡയിൽ പോയി രക്ഷപ്പെട്ടൂടെ? കാനഡയിൽ നിന്ന് പോകാൻ നമ്മള് അവിടെ വൈബ് വേറെ ടീമല്ലേ. നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ആംബ്രോക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ തുടങ്ങിക്കൂടെ പിള്ളേരെ പഠിപ്പിക്കാൻ? കാനഡയ്ക്ക് പോവാന്ന് പറഞ്ഞ റിഫ്യൂസലാണ് ഇപ്പൊ കിട്ടിയത്. ഈ റിഫ്യൂസ്ഡ് മൈ ഇൻവിറ്റേഷൻ. അതിന് പാസ്പോർട്ട് വേണം മാഡം. പാസ്പോർട്ട് വേണം. അതിന് 10ാം ക്ലാസ് പാസ്സാവണം. വേണോ? ഇമിഗ്രേഷൻ ക്ലിയറൻസ് വേണം. ചില വർക്കിനൊക്കെ 10 വേണം. ഇപ്പൊ അത് 10എങ്കിലും പാസ്സാകാത്ത കാനഡ പോയിട്ട് കാണിക്കാനാണ്. വരാൻ പറ്റുമോ? വല്യച്ഛന്റെ മോനാണ്. മൂൺ വാക്ക് എനിക്ക് കാണണം. വല്യച്ഛന്റെ മോനായിട്ട് DJ മൈക്കിൾ ജാക്സന്റെ മൂൺ വാക്ക് ഇവിടെ നന്നായിട്ട് ചെയ്ത് കാണിച്ചാൽ 10ാം ക്ലാസ് പാസ്സായാല് കൊണ്ടുപോകുന്നതായിരിക്കും. മൂൺ വാക്ക് പിന്നെ 10ാം ക്ലാസ് പാസ്സാവും. എന്ത് ചെയ്യാനായിട്ട്? അപ്പൊ എന്താണ്? ഓക്കെ ആണല്ലേ? സെറ്റല്ലേ? സെറ്റാണ്.